അങ്ങനെ നമ്മുടെ വിവാദ നായകൻ നാട്ടിലെത്തിയിട്ടുണ്ട്. നാട്ടിലെത്തിയതും ഒരു പടക്കത്തിന് തിരികൊളുത്തിക്കൊണ്ടാണ് നാട്ടിൽ കാല് കുത്തിയത്. ഡ്രഗ് മാഫിയുടെ കാരിയറാണ് അവിടെ അമ്മച്ചിയാ ഡ്രഗ് മാഫിയുടെ കാര്യം. മനസ്സിലായോ? അവിടെ അമ്മച്ചിയാ ഡ്രഗ് മാഫിയുടെ കാര്യം. ഷെഫീന ബീബിയുടെ കിട്ടിയോ? അവിടെ അമ്മച്ചി. അപ്പൊ ഇറങ്ങിയ ഉടനെ തന്നെ ഷെബീന ബീബി എന്ന് പറയുന്ന യൂട്യൂബർക്കെതിരായിട്ടാണ് കൊട്ടുകൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും വരുമ്പോ തന്നെ കുറച്ച് മീഡിയക്കാരുണ്ടാവുമല്ലോ, വീഡിയോ എടുക്കാനായിട്ടും ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടും ഇവരെ കെണിയിൽപ്പെടുത്താനായിട്ടും ഒക്കെ എല്ലാവരും നിരന്ന് നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ ഉള്ള ഒരു താരമാണ്. വന്ന ഉടനെ തന്നെ അമ്മയ്ക്ക് വിളിച്ചിട്ടാണ് തുടക്കം. ഇനി അടുത്തത് കേൾക്കാം. കിട്ടിയോ? അവരുടെ അമ്മച്ചി. അവർക്ക് എന്തുകൊണ്ടാണ് എന്നാന്ന് വെച്ചാൽ അവക്ക് ദേഷ്യം. അവളെ ഞാൻ നേരിട്ട് പോലും കണ്ടിട്ടില്ല. അവക്ക് കാല് നേരെ നടക്കാൻ പോലും ഇല്ലാത്ത ഒരുത്തിയാന്ന് എനിക്ക് മനസ്സിലായല്ലോ. രണാസുനയുടെ ആ മനസ്സിലിരിപ്പും അവരുടെ ആ ഒരു മനസ്സിന്റെ വലുപ്പവും നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഒരു സ്ത്രീയെ അവർ തമ്മിൽ ഭയങ്കര ശത്രുതയുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറഞ്ഞിട്ടുണ്ട്, സോഷ്യൽ മീഡിയ തന്നെ വലിച്ചു കയറി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കയറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവരുടെ വായിൽ നിന്ന് വന്ന വാക്ക് നിങ്ങൾ കേട്ട് നോക്ക്. അവർക്ക് കാലിന് എന്തോ സുഖമില്ല പോലും. നാലും 3-4 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അവൾക്ക് വിധവയൊന്നും അല്ല, അവള് വിധവയാന്ന് പറഞ്ഞത്. ഇപ്പം 3-4 മാറി മാറി ഭർത്താക്കന്മാരൊക്കെ ഉള്ളവളാണ്. ആരെയും ഒന്നും പറയാത്ത രണാസുനയുടെ വായിൽ നിന്ന് വന്ന വാക്കുകളാണ്. പിന്നെ ഇത് രണാസുന പറഞ്ഞതുകൊണ്ട് ഇത് പവിത്രമായ വാക്കുകളാണ്. നമ്മൾ പറഞ്ഞ അയ്യോ പാവം വിധവ, ആ കുഞ്ഞുങ്ങളെ നോക്കാനല്ലേ, ശുനച്ചേട്ടന് വേണ്ടിയിട്ടല്ലേ, അതിനെ അങ്ങ് വെറുതെ വിട്. പക്ഷെ ഇമാതിരി വർത്തമാനങ്ങൾ രണാസുനയുടെ വായിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ദേവിയാ ദേവി, പവിത്രമായ വാക്കുകളാണ്. നമ്മളെതിരെ ശബ്ദിക്കാൻ പാടില്ല. കാല് വയ്യാത്തൊരു സ്ത്രീയെ ഇങ്ങനെ പറയാനാ ഇവർക്ക് യാതൊരു ഉളുപ്പും തോന്നിയില്ലല്ലോ. ഈ കാലും കൈയും ജീവനും കാര്യങ്ങളും എല്ലാം ഒറ്റ നിമിഷം ആർക്കും നഷ്ടപ്പെടാവുന്നൊരു കാര്യമാണ്. ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട്. ജീവിതത്തിന്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണെങ്കിൽ ഇവരുടെ വായിൽ നിന്നും ഇങ്ങനെ ഒരു വാക്ക് വരില്ല. ഇനി രണാസുനയുടെ ചേച്ചിയുടെ ഒരു വാക്കുകൾ കൂടെ നമുക്ക് കേൾക്കാം. കുടുംബം മൊത്തം ജീവിച്ചെന്നൊക്കെ അതുകൊണ്ട് അതൊക്കെ ശരിയാണ്. അത് കിച്ചു അത്രയൊന്നും പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം സഹോദരങ്ങളാണ്. ഇപ്പൊ ഞങ്ങൾ സുധിച്ചേട്ടൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും, സുധിച്ചേട്ടൻ തിരിച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പൊ സഹോദരങ്ങൾക്ക് അങ്ങോട്ടും എന്തെങ്കിലും ഒരു സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കടമയായിട്ട് തന്നെ കാണുന്ന ആളാണ് ഞാൻ. അല്ലാതെ കടപ്പാടായിട്ടോ ബാധ്യതയായിട്ടോ കാണുന്നവരാണ് അതേക്കുറിച്ച് ഈ കുറ്റമായിട്ട് പറഞ്ഞു നടക്കുന്നത്. ശരിയാണ്, സഹോദരങ്ങളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാറുണ്ട്, അത് പറഞ്ഞു നടക്കത്തില്ല. പക്ഷെ ഇവിടെ സുധി എന്ന് പറയുന്ന ആളുടെ മകനാണ് പറഞ്ഞത്. അധികമൊന്നും പറഞ്ഞില്ല. കോവിഡ് ടൈമിൽ ഈ 10 പേരുടെ ചെലവ് നോക്കിയത് തൻ്റെ അച്ഛനായിരുന്നു, അതിൻ്റെ പേരിലാണ് അന്ന് ആ കടബാധ്യതകളെല്ലാം വരുത്തി വെച്ചത് എന്ന് മാത്രമേ ആ മകൻ പറഞ്ഞിട്ടുള്ളൂ. അധികമൊന്നും പറഞ്ഞിട്ടില്ല. വേറെ ആരും അധികമൊന്നും പറഞ്ഞില്ലല്ലോ. ഈ കഴിഞ്ഞ വരെയും ഈ 24-ാം തീയതി വരെയും ചേർത്ത് പിടിച്ചുകൊണ്ടിരുന്നിട്ടും പിന്നെ പെട്ടെന്ന് എന്താണ് ചേർത്ത് പിടിച്ചില്ല എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ വെറുതെ. എനിക്കറിയില്ല, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. 22 വയസ്സുള്ളൊരു കുട്ടിയാണ്. അപ്പം വളർന്നു വന്ന കുട്ടിയാണ്, പ്രായപൂർത്തിയായ കുട്ടിയാണ്. ഇനി അവന്റെ സ്വന്തമായിട്ട് സമ്പാദിക്കാനായി ജീവിക്കട്ടെ. എനിക്കെന്തായാലും ജീവിക്കണം. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഋതപ്പൻ 6 വയസ്സേ ഉള്ളൂ, അവൻ കുഞ്ഞാണ്. അവന് വേണ്ടിയിട്ട് എന്തായാലും ജീവിച്ചേ പറ്റത്തുള്ളൂ. അത് ഞാൻ മുന്നോട്ട് അങ്ങനെ തന്നെ പോകും. അപ്പൊ എന്തായാലും കിച്ചുവിനെ 24-ാം തീയതി വരെയും ഞാൻ ചേർത്ത് നിർത്തി. ഞാൻ നോക്കേണ്ടതൊക്കെ നോക്കി, അതായത് മറ്റേ ക്യാഷ് അയച്ചു കൊടുത്ത കാര്യമാണ് പറയുന്നത്. അപ്പൊ എല്ലാ രീതിയിലും ഞാൻ ചെയ്തു. പെട്ടെന്ന് എന്താ ഇങ്ങനെ മാറാൻ കാരണം? അത് ആൾക്കാർ ചെയ്യിപ്പിച്ചു എന്നാണ് ആരോപിക്കുന്നത്. അപ്പൊ വേറൊന്നും അല്ല, 22 വയസ്സുള്ളൊരു കൊച്ചല്ലേ. അമ്മയുടെ ഈ സബ്സ്ക്രിപ്ഷനൊക്കെ കണ്ടപ്പോഴത്തേക്ക് അതിന് മാനം ഉണ്ടാവും, അതിന് അഭിമാനം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. നാണക്കേട് കാരണം കൊച്ചിന് മറ്റുള്ളവരുടെ മുന്നിൽ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടായിരിക്കും ഇന്ന് പലതും വെളിപ്പെടുത്താനായിട്ട് ആ കൊച്ചു മുന്നോട്ട് വന്നത്. വന്നത് തന്നെ ഒരു പടക്കത്തിന് തിരികൊളുത്തിക്കൊണ്ടാണ്. എന്തായാലും ആദ്യം തന്നെ യൂട്യൂബറായ ഷെബീന ബീബി എന്ന് പറയുന്ന യൂട്യൂബറെ തെറി വിളിച്ചുകൊണ്ടാണ് തുടക്കം. പിന്നെ ലാസ്റ്റ് കിച്ചുവിലേക്ക് പോയി. നമുക്കറിയാലോ ഈ വിഷയങ്ങളൊക്കെ ചോദിക്കുന്നു. അപ്പം എന്തായാലും ഇനി ഉടനെ തന്നെ വലിയൊരു ഇന്റർവ്യൂ ഒക്കെ ഉണ്ടെന്നാണ് കേട്ടത്. ഇത് ട്രാൻസാക്ഷൻ ലിസ്റ്റ് സുധി മരിച്ചതിന് ശേഷം അക്കൗണ്ടിൽ വന്ന 80 ലക്ഷം രൂപ വന്നെന്നാണല്ലോ ആരോപണം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുമെന്നും വെളിപ്പെടുത്തുമെന്നൊക്കെയാണ് നമുക്കറിയാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും എല്ലാവരും വെയിറ്റിങ്ങിലാണ് ആ ഒരു വെളിപ്പെടുത്തലിന് വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ കിച്ചു ആണ് ഇതിനകത്ത് പെട്ടിരിക്കുന്നത്. ഈ ഒരു വെളിപ്പെടുത്തലോടുകൂടി ഒരുപാട് ആരോപണങ്ങളും അപമാനങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടി. അതിന് ഇവർ തന്നെ ഒരു വഴി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, അത് വേറൊരു കാര്യം. അപ്പം ഞാൻ ഇവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇവർ വെച്ചിരിക്കുന്ന ഒരു പോസ്റ്റും അതിൽ വന്ന കുറച്ച് കമൻസും ഉണ്ട്. അതെല്ലാം കിച്ചുവിനെതിരായിട്ടുള്ള കമൻസുകളാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. ഈ ഒരു റീല് ഇവർ പങ്കുവെച്ചിട്ടുണ്ട് ഇവരുടെ ഐഡിയിൽ. അപ്പോൾ ഇതിനകത്ത് വന്ന കമൻസുകളൊക്കെ നമ്മളൊന്ന് വായിക്കേണ്ടതാണ് കേട്ടോ.
ഈ പട്ടീനെ വളർത്തിക്കോ, ആ ചെക്കൻ കണ്ടില്ലേ തിരിഞ്ഞത്. നന്ദിയുടെയും സ്നേഹത്തിന്റെയും പ്രതീകം. അതായത് കിച്ചുവിന് കൊടുത്തത് ഒരു പട്ടിക്ക് കൊടുത്തെങ്കിൽ നന്ദി ഉണ്ടായേനെ എന്നാണ് ഇതിന്റെ കമന്റ്സ്. ഇവരുടെ മക്കളുടെ പടം, ഈ കിച്ചുവിന്റെ വിഷയത്തിന് ശേഷം 3 പിള്ളേരുടെ, ഇവരുടെ ചേച്ചിയുടെയും ഇവരുടെ മക്കളുടെ പടം പങ്കുവെച്ചിട്ട് ഒരു ലവ് ചിഹ്നമൊക്കെ വെച്ചിട്ട്, അത് കിച്ചുവിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ വെച്ചിട്ട് ഇട്ട ഫോട്ടോയാണ്. അപ്പം അതിൽ വന്നിരിക്കുന്ന ഒരു കമൻറ്റ്, അതൊരു പ്രധാനപ്പെട്ട കമൻറ്റ്. അതും അപ്പം ആ കമൻറ്റ് ഇട്ടത് ആംബേരി രാഗം സ്ഥിരമായിട്ട് ഫേസ്ബുക്കിൽ എൻ്റെ വീഡിയോയ്ക്ക് വന്ന് തെറി കമൻ്റ് ഇടുന്ന ആളാട്ടോ. അപ്പം രേണുവിന് ഇട്ടേക്കുന്ന കമൻറ്റ്, ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കുമെന്ന ചൊല്ലുണ്ട് രേണു, ആ ചെക്കനും അതുപോലെയാണ്, കെട്ടഴിച്ചു വിടുക. കിച്ചുവിനാണ്, നിങ്ങളുടെ ആരുമല്ല അവൻ ഇപ്പോൾ അവൻ്റെ അമ്മയുടെ വീട്ടുകാരുണ്ട്. അമ്മയുടെ മറ്റൊരു കുട്ടി ഋതപ്പന് പകരമായിട്ടുണ്ട്. അമ്മയുടെ മറ്റൊരു കുട്ടി ഋതപ്പന് പകരമായിട്ടുണ്ട്. അതായത് അമ്മയ്ക്ക് വേറെ മകനുണ്ടെന്നാണെന്ന് തോന്നുന്നു പറയുന്നത്. അച്ഛൻ്റെ വീട്ടുകാരുണ്ട്. നിങ്ങളെ ഇനി അവന് ആവശ്യമില്ല, അർത്ഥം മുറിച്ചതാണ് അവൻ. നിങ്ങളെ ആ വീഡിയോയിലൂടെ അത് മനസ്സിലാക്കുക. അവൻ്റെ അമ്മ വീട്ടുകാർ രംഗത്ത് വന്നിട്ടുണ്ട് എന്ന് തോന്നി ചില കമൻറ്റുകളിൽ. ആ വീട് എന്തായാലും ഋതപ്പന് അവകാശമുണ്ട്. പക്ഷെ തൽക്കാലം നിങ്ങൾക്ക് അവിടുന്ന് മാറി താമസിച്ചുകൂടെ? വിവാദങ്ങൾ ഒതുങ്ങിയ ശേഷം 2-3 വർഷങ്ങൾ മാറി നിന്ന ശേഷം വന്ന് താമസിക്കൂ. 2-3 വർഷം മാറി നിന്ന് കഴിയുമ്പം ആ വീടങ്ങ് സ്വന്തമായിട്ട് കിട്ടുമോ? ഋതപ്പൻ്റെ പേരിൽ കൂടി ആയതിനാൽ നിങ്ങൾക്ക് അവിടെ എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാലോ. ആ വീട്ടിൽ നിന്ന് നിങ്ങൾ തൽക്കാലം മാറിയാൽ തന്നെ പ്രശ്നങ്ങൾ മാറും. അപ്പോൾ എന്തായാലും 2-3 വർഷം കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറി അവർക്ക് തിരിച്ചു വന്ന് അവിടെ സ്വസ്ഥമായിട്ട് താമസിക്കാം എന്ന് വിചാരിക്കേണ്ട. കാരണം ഈ കിച്ചുവും കിച്ചുവിൻ്റെ വീട്ടുകാരും ഒന്ന് വിചാരിച്ചാൽ ഈ രേണുവിൻ്റെ വീട്ടുകാർ അവിടെ താമസിക്കത്തില്ല. കാരണം ഈ 2 കുട്ടികളുടെ പേരിൽ മാത്രമാണ് ആ വീട്. ആ ഇളയ കുട്ടിയുടെ അവകാശത്തിൽ രേണു, അമ്മയായ രേണുവിനവിടെ താമസിക്കാം. കിച്ചുവിൻ്റെ അച്ഛമ്മയ്ക്കും കൊല്ലം സുധിയുടെ അമ്മയ്ക്കും അവിടെ വന്ന് താമസിക്കാം. കിച്ചുവും കിച്ചുവിൻ്റെ അച്ഛമ്മയും അവിടെ വന്ന് താമസിക്കാൻ തയ്യാറായാൽ മറ്റ് ആൾക്കാർ അവിടുന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരും. കാരണം അവർക്ക് യാതൊരുവിധ അവകാശമില്ല. ഈ കൊച്ചിനെ നോക്കണമെന്നാണെന്നല്ലോ പറയുന്നത്. ഈ ഇളയ കുട്ടിയെയും ഈ അച്ഛമ്മയുണ്ടല്ലോ, അച്ഛമ്മയും രേണുവും കൂടെ നോക്കട്ടെ. അപ്പം ഇവർക്ക് സന്തോഷമായിട്ട് ആ വീട്ടിൽ താമസിക്കാം, യാതൊരു പ്രശ്നവുമില്ല. കാരണം കിച്ചുവിൻ്റെ അനുജനും വളർത്തമ്മയായ രേണുവും സുധിയുടെ അമ്മയായ കിച്ചുവിൻ്റെയും ഋതപ്പൻ്റെയും അച്ഛമ്മയും, ഇത്രയും പേർക്ക് ആ വീട്ടിൽ സന്തോഷമായിട്ട് ജീവിക്കാം. അപ്പം തന്നെ ആ വീട്ടിലെ പകുതി പ്രശ്നങ്ങൾ അങ്ങ് മാറും. അപ്പം ഈ കമൻ്റ് ഇട്ട ഊള മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ വീട് കിച്ചുവിൻ്റെയാണ്. നിലവിൽ കിച്ചുവാണ് അതിൻ്റെ അവകാശി. ഋതപ്പന് 18 വയസ്സായിട്ടില്ല. അപ്പം നിലവിൽ അതിനൊറ്റ ഓണറേ ഉള്ളൂ, കിച്ചുവാണ്. ആ കിച്ചുവിനെയാണ് ഈ നന്ദികേട് പറയുന്നത്. ആ കൊച്ചിൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് ആ കൊച്ചിനെതിരെ ഇതുപോലെ ആൾക്കാരെ തിരിക്കുന്ന ആ സ്ത്രീ. എന്തായാലും അവരുടെ നിലവാരം നമ്മളിപ്പോൾ വീഡിയോയിൽ കണ്ടല്ലോ. അവരുടെ നിലവാരം, ഒരു കാല് വയ്യാത്തൊരു സ്ത്രീയെ ഇങ്ങനെ അപമാനിക്കുന്ന, കാരണം അവരും പറഞ്ഞിട്ടുണ്ട്, സത്യമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട് എന്ന് കരുതിയിട്ട് ഇങ്ങനെ അംഗവൈകല്യത്തെ ചോദ്യം ചെയ്യാനും അവർ 3-4 കെട്ടിയെന്ന് പറയാനും ഒക്കെ ഇവർക്ക് എന്ത് റൈറ്റ്സ് ആണുള്ളത്? ഇവർക്ക് എന്ത് അധികാരമാണുള്ളത്? ഇവർ സുധിയുടെ 3ാമത്തെ ഭാര്യയാണ്. സുധി ഇവരുടെ 2ാമത്തെ ഭർത്താവാണെന്നാണ് അറിവ്. അപ്പം ഇവർക്ക് മറ്റൊരാളെ പറയാൻ എന്താണ് അർഹത? ഇപ്പം ഈ ഷബീന ബേബി എന്ന് പറയുന്ന യൂട്യൂബർ രേണു സുധിക്കെതിരെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ രേണുവിന് വേണമെങ്കിൽ തിരിച്ച് ഷബീന ബേബിയെ അതിന് മറുപടി കൊടുക്കാം, റിയാക്ട് ചെയ്യാം. പക്ഷെ അവരുടെ ശാരീരിക വൈകല്യത്തെ എടുത്തു പറയാൻ എന്ത് അധികാരമാണ് ഇവർക്കുള്ളത്? അപ്പം തന്നെ ഇവരുടെ നിലവാരം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പം എന്തായാലും അധികം വളച്ചു നീട്ടുന്നില്ല. വിവാദ നായിക നാട്ടിലെത്തിയിട്ടുണ്ട്. പടക്കത്തിന് തിരികൊളുത്തിക്കൊണ്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് പ്രതീക്ഷിക്കാം ഉടനെ തന്നെ എല്ലാത്തിനും ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കട്ട വെയിറ്റിങ്ങിലാണ്. ഒരുപാട് വൈകിപ്പിക്കാതെ റിനാസുനെ ആ വെളിപ്പെടുത്തൽ പെട്ടെന്ന് ആ ഒരു ചാനലിലേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ ഒരു നടപടിയാക്കി തരണേ. കാരണം ഞങ്ങളും വെയിറ്റിങ്ങിലാണ്. ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ട് നിങ്ങളെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഹൈപ്പും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.